ഹലോ ഫ്രാൻസ്, അപ്പോൾ നമ്മൾ നോക്കുന്നത് ജുജുത്സു കൈസൻ്റെ സീസൺ 3ൻ്റെ എപ്പിസോഡ് 4 ആയിട്ടാണ്. മുന്നത്തെ വീഡിയോ ആരും കണ്ടിട്ടില്ലെങ്കിൽ വേഗം പോയി കണ്ടിട്ട് വരിക. നമുക്ക് വേഗം തന്നെ കഥയിലേക്ക് പോകാം. എപ്പിസോഡിൻ്റെ ഓപ്പണിംഗ് സീനിൽ തന്നെ കള്ളിങ് ഗെയിമിനെ കുറിച്ച് മിഗൂമി നമ്മുടെ യൂജിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവന് കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ട്. അവന് തീരുമാനിക്കുന്നുണ്ട് ഇതിൽ പങ്കെടുക്കണം, എങ്ങനെ രക്ഷിക്കണം എന്ന്. അപ്പം തന്നെ യൂജി നമ്മുടെ യൂട്ടനോട് ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. യൂട്ട, എങ്ങനെയെങ്കിലും സൂക്കിന എൻ്റെ ബോഡി കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ തന്നെ നീ എന്നെ കൊന്നിരിക്കണം. വേറൊരു കാര്യവും നീ അന്നേരം ആലോചിക്കരുതെന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടതും യൂട്ട പറയുന്നുണ്ട്, ഓക്കെ ഞാൻ ഉറപ്പായും ചെയ്തു കൊള്ളാമെന്ന്. പക്ഷേ ഇവർക്കൊരു പ്ലാനിങ് ഇല്ലായിരുന്നു. അപ്പോൾ തന്നെ നമ്മുടെ മിഗൂമി ഒരു കാര്യം പറയുന്നുണ്ട്, നമുക്ക് എത്രയും പെട്ടെന്ന് പോയിട്ട് ടെങ്കനെ കാണണം. ടെങ്കനെ കണ്ടാൽ മാത്രമേ നമ്മുടെ ഗോജോനെ എങ്ങനെ തിരിച്ചു കൊണ്ടുവരാമെന്നും ഈ കള്ളിങ് ഗെയിം എങ്ങനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് ആലോചിക്കാൻ പറ്റൂ. അങ്ങനെ ഇവര് ടെങ്കനെ കാണാൻ വേണ്ടിയിട്ട് ജുജുത്സുവിൻ്റെ ഹൈസ്കൂളിലേക്ക് പോകാൻ റെഡി നിൽക്കുന്നുണ്ട്. പക്ഷേ ടെങ്കനെ അങ്ങനെ വെറുതെ കാണാൻ പറ്റില്ല. കാരണം അവിടെ എണ്ണാൻ പറ്റാത്തത്ര വാതിലുകളുണ്ട്. പക്ഷേ ചാടി കയറിയിട്ട് എല്ലാ വാതിലുകളും തുറക്കാൻ പറ്റില്ല. കാരണം ഓരോരോ വാതിലുകൾ ട്രാപ്പ് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഒറ്റ വാതിൽ മാത്രം തുറന്നാൽ മാത്രമേ ടെങ്കൻ്റെ അടുത്തേക്ക് ഡയറക്റ്റ് എത്താൻ പറ്റുമെന്ന് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട്. അപ്പോഴാണ് ചോസോ അങ്ങോട്ട് വരുന്നത്. ചോസോ മരിച്ചിട്ടില്ല. യൂജിനെ രക്ഷിച്ചതുപോലെ തന്നെ യൂട്ട റിവേഴ്സ് കേസ് ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് ചോസോനെ രക്ഷപ്പെടുത്തിയിരിക്കുകയാണ്. ഈ ചോസോനെ യൂസ് ചെയ്താൽ മാത്രമേ ഉള്ളൂ ടെങ്കൻ്റെ അടുത്തേക്ക് ഇവർക്ക് ഡയറക്റ്റ് ആയിട്ട് പോകാൻ പറ്റത്തുള്ളൂ എന്ന് ഇവർക്ക് നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ ഈ ചോസോന്റെ ബ്രദേഴ്സിന്റെ ബോംബ് ടെങ്കന്റെ സ്ഥലത്താണുള്ളത്. ഈ ചോസോയാകട്ടെ അവന്റെ ബ്രദേഴ്സിന്റെ ബോംബിനെ ട്രാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈസി ആയിട്ട് തന്നെ ടെങ്കന്റെ അടുത്തേക്ക് എത്തിച്ചേരാൻ പറ്റും. അടുത്ത സൈഡിൽ ജുജുത്സു സ്കൂളാണ് കാണിക്കുന്നത്. അവിടെ മാക്കി ഉണ്ട്, യൂക്കി ഉണ്ട്. മാക്കിന്റെ ഫേസിന്റെ ഒരു സൈഡ് ഫുള്ള് പൊള്ളി പോയിട്ടുണ്ട്. അങ്ങനെ ഇവരുടെ അടുത്തേക്ക് യൂട്ടയും ടീംസ് എത്തുന്നുണ്ട്. അങ്ങനെ ഇവർ ടീമപ്പ് ആയിട്ട് തന്നെ ടെങ്കനെ കണ്ടുപിടിക്കാം, ഗോജോനെ തിരിച്ചു കൊണ്ടുവരാൻ കള്ളിങ് ഗെയിം സ്റ്റോപ്പ് ചെയ്യാൻ തീരുമാനിക്കുന്നുണ്ട്. മാക്കിനെ കണ്ടത് യൂട്ടയ്ക്ക് ഒരുപാട് സന്തോഷമാണ്. അങ്ങനെ ഇവരെ പഴയ കാര്യങ്ങളൊക്കെ ഇവർ ആലോചിച്ച് സംസാരിച്ചൊക്കെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഇവർ തീരുമാനിക്കുന്നുണ്ട് ഉറപ്പായിട്ട് തന്നെ നമുക്ക് ടെങ്കനെ കണ്ടുപിടിക്കണം, ടെങ്കനെ ഉറപ്പായിട്ടും കൊണ്ടുവരണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ചോസോ അത് തീരുമാനിക്കുന്നുണ്ട്. ചോസോ അങ്ങനെ അവന്റെ ബ്രദേഴ്സിന്റെ ബോംബ് ട്രാക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട്. അങ്ങനെ അവൻ ട്രാക്ക് ചെയ്ത് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഡോർ കണ്ടുപിടിക്കുന്നുണ്ട്. അങ്ങനെ യൂജിയും ചോസോയും ചേർന്ന് ആ ഡോർ തുറക്കുന്നുണ്ട്. തുറന്നപ്പോൾ തന്നെ ആ ഡോറിന്റെ അപ്പുറത്ത് ഒന്നുമില്ലായിരുന്നു. അത്രയും ബ്ലാങ്ക് ആയി കിടക്കുന്ന ഒരു സ്ഥലമായിരുന്നു. അവിടെയാണ് ഇവർ ടെങ്കനെ കാണുന്നത്. ടെങ്കനെ കണ്ടത് ഇവരെല്ലാം കൂടെ ഷോക്കായി നിൽക്കുന്നുണ്ട്. കാരണം ടെങ്കൻ എന്ന് പറയുന്നത് ഒരു ഹ്യൂമൺ ആയിരുന്നില്ല, ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു രൂപമായിരുന്നു ടെങ്കൻ ഉണ്ടായിരുന്നത്. ടെങ്കൻ വന്നത് യൂജിനോട് പറയുന്നുണ്ട്, നീയല്ലേ ആ സുക്കിനിയുടെ ബസൽ, എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയുന്നുണ്ട്. അപ്പം തന്നെ ഇവർ വന്നതിൻ്റെ എല്ലാ ഉദ്ദേശവും നമ്മുടെ ടെങ്കന് ഇവരോട് പറയുന്നുണ്ട്. അതായത് ഇവർ പറയാതെ തന്നെ അവൻ പറയുന്നുണ്ട്, നിങ്ങൾ ഇവിടെ വരാൻ കാരണം ഒരാൾ മാത്രമാണ്, ആ കെഞ്ചാക്കു അല്ലേ. കെഞ്ചാക്കു എന്ന് കേട്ടത് യൂക്കി ചോദിക്കുന്നുണ്ട്, ആരാണ് കെഞ്ചാക്കു? അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ഗെറ്റോ ഇപ്പോൾ കൺട്രോൾ എടുത്തിരിക്കുന്നത് അവനാണ്. അവൻ ഇങ്ങനെ തന്നെയാണ്. കാലാകാലങ്ങളായി ഓരോ ബോഡിയെ അവൻ കൺട്രോൾ എടുക്കും, എന്നിട്ട് അവൻ സ്വയം ജീവിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ യൂജി ചോദിക്കുന്നുണ്ട് ടെങ്കനോട്, നിങ്ങൾ എന്താ ഇങ്ങനെ? ഇതിന് ടെങ്കൻ പറയുന്നത്, ഞാൻ ഇമ്മോർട്ടലാണ്, ഞാൻ വളർന്നുകൊണ്ടേയിരിക്കും. കഴിഞ്ഞ 500 വർഷമായിട്ട് ഞാൻ വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. കഴിഞ്ഞ 15 വർഷങ്ങൾക്ക് മുമ്പാണ് എനിക്ക് പറ്റിയ ഒരു സ്റ്റാർ പ്ലാസ്മ വെസലിനെ എനിക്ക് കിട്ടുന്നത്. പക്ഷേ അതിനെ ചിലർ കൊന്നുകളഞ്ഞു. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ബോഡി തന്നെ. അപ്പം മിഗൂമി പറയുന്നുണ്ട്, ഞങ്ങളിവിടെ വന്നത് കെഞ്ചാക്കോനെ കുറിച്ച് അറിയാനും ഗോജോനെ തിരിച്ചു കൊണ്ടുവരാനും വേണ്ടിയിട്ടാണ്. ഇത് കേട്ടതും ടെങ്കൻ പറയുന്നുണ്ട്, ഓക്കെ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. പക്ഷേ എനിക്കൊരു കണ്ടീഷനുണ്ട്. യൂട്ട അല്ലെങ്കിൽ യൂക്കി, ഇതിൽ ആരെങ്കിലും ഒരാൾ എനിക്ക് കാവൽ നിൽക്കണം. ഇത് കേട്ടത് യൂക്കി പറയുന്നുണ്ട്, അല്ല നിങ്ങൾ ഇമ്മോർട്ടൽ അല്ലേ, പിന്നെ നിങ്ങൾക്ക് എന്തിനാ ഞങ്ങൾ കാവൽ നിൽക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ശരിയാണ്, നിങ്ങൾ പറയുന്നത് ശരിയാണ്, ഞാൻ ഇമ്മോർട്ടലാണ്. പക്ഷേ കെഞ്ചാക്കുവിൻ്റെ ലക്ഷ്യം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? എല്ലാ മനുഷ്യരെ ഞാനുമായിട്ട് മെർജ് ചെയ്തിട്ട് ഈ ലോകത്തിൻ്റെ കൺട്രോൾ എടുക്കുക, അതാണ് അവൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ജപ്പാൻ മുഴുവൻ അവൻ്റെ കൺട്രോളിലാകും. ഇപ്പോൾ ഞാനും ഒരു കേഴ്സഡ് സ്പിരിറ്റ് പോലെയാണ്, എനിക്ക് എവിടെ ഉണ്ടാകാൻ പറ്റും. അതുകൊണ്ട് തന്നെ അവനെൻ്റെ ലൊക്കേഷൻ ഈസിയിൽ തന്നെ ട്രാക്ക് ചെയ്യാൻ പറ്റും. 15 വർഷത്തിന് മുമ്പ് ഞാൻ എൻ്റെ സ്റ്റാർ പ്ലാസ്മ വെസലുമായി മെർജ് ആയിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ഒരു ശരീരം കിട്ടിയിട്ടുണ്ടാകും. അത് കാരണം കെഞ്ചാക്കുൻ എന്നെ ക്യാപ്ചർ ചെയ്യാനേ പറ്റില്ല. കെഞ്ചാക്കുവിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് ജപ്പാൻ മുഴുവൻ ഒരു ബാരിയർ ക്രിയേറ്റ് ചെയ്യണം എന്നാണ്. അത് കാരണം മാത്രമാണ് കേഴ്സ് സ്പിരിറ്റൊക്കെ ഇവിടെ കൺട്രോൾ ആയിരിക്കുന്നത്. ഒരു പക്ഷേ കെഞ്ചാക്കു ഞാനുമായിട്ട് മെർജ് ആയിട്ടുണ്ടെങ്കിൽ ആ ബാരിയർ എത്രയും പെട്ടെന്ന് ബ്രേക്ക് ആവും. അപ്പോൾ തന്നെ കേഴ്സസിൻ്റെ ഹ്യൂമൻസിൻ്റെ ഈ ബാലൻസ് തന്നെ തെറ്റും. ഇത് കേട്ടത് യൂട്ട, അപ്പോൾ എങ്ങനെയാണ് ഗോജോ സെൻസെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ടെങ്കൻ അതേപോലത്തെ ഒരു ബോക്സ് അവനെടുത്ത് കാണിക്കുന്നുണ്ട്. ഇത് കണ്ടോ, ഇതാണ് പ്രിസൺ റിലമിൻ്റെ ബാക്ക് എൻട്രൻസ്. ഇതിൻ്റെ ഫ്രണ്ട് എൻട്രൻസ് ആണ് ഗെറ്റോയുടെ കയ്യിലുള്ളത്. ഒരു പക്ഷേ ഇതിൻ്റെ ബാക്ക് എൻട്രൻസ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുമെങ്കിൽ ഉറപ്പായിട്ട് തന്നെ ഗോജോയെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. ഇത് കേട്ടത് എല്ലാവരും ഉറപ്പായിട്ടും ആ ബാക്ക് എൻട്രൻസ് തുറക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ടെങ്കൻ പറയുന്നുണ്ട്, ഇല്ല ഇതിപ്പോൾ തുറക്കാൻ പറ്റില്ല. കാരണം ഗെറ്റോയുടെ കയ്യിലുള്ള ആ പ്രിസം റിലത്തിൻ്റെ ഫ്രണ്ട് എൻട്രൻസ് കിട്ടിയാൽ മാത്രമേ ഇത് തുറക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട്, ഗെറ്റോയുടെ കയ്യിൽ നിന്ന് ഈസിയായിട്ട് തന്നെ പ്രിസം റിലത്തിൻ്റെ ഫ്രണ്ട് എൻട്രൻസ് അത്ര പെട്ടെന്ന് കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ ഇവരെല്ലാവരും സൈഡായി നിൽക്കുന്നുണ്ട്. അപ്പോൾ യൂജി ചോദിക്കുന്നുണ്ട്, ഇതിന് വേറെ വഴിയൊന്നുമില്ലേ? ഉണ്ട്, 2 വെപ്പൺ ഉണ്ടെങ്കിൽ ഇത് ഈസിയായിട്ട് നടക്കും.
അതിലൊന്ന് ഇൻവേർട്ടഡ് സ്പെയർ ഓഫ് ഹെവൻ എന്ന് പറയുന്ന ടോജി പണ്ട് യൂസ് ചെയ്ത വെപ്പൺ ഉണ്ടെങ്കിൽ ഈസിയിട്ട് നടക്കും. രണ്ടാമത്തെ വെപ്പണാണ് ബ്ലാക്ക് റോബ്. ഇത് കേട്ടതും ബാക്കിയുള്ളവരും ചിരിക്കുന്നുണ്ട്, കാരണം ഈ രണ്ട് വെപ്പണെ ഗോജോ പണ്ടേ ഡിസ്ട്രോയ് ചെയ്തതാണ്. ഇത് കേട്ടത് യൂട്ട, ഞാൻ പണ്ട് മെഗലിനോട് ഈ ബ്ലാക്ക് റോബിന്റെ കാര്യം ചോദിച്ചിരുന്നു, പക്ഷേ അവന്റെ കയ്യിലുമില്ല. അംഗം പറഞ്ഞ ഈ രണ്ട് വെപ്പണ് ഇപ്പൊ നിലവിലില്ലാത്തത് കൊണ്ട് തന്നെ കെഞ്ചാക്കോ അല്ലാതെ വേറൊരു വഴിയുമില്ല എന്ന് ആലോചിച്ചിരിക്കെ പെട്ടെന്ന് തന്നെ ടെങ്കൻ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. കെഞ്ചാക്കോ നടത്തുന്ന കള്ളിംഗ് ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു പെൺകുട്ടിയുണ്ട്. അവളുടെ പേരാണ് ഏഞ്ചൽ. അവൾക്ക് എല്ലാവിധ കേഴ്സ്ഡ് ഒബ്ജക്റ്റും നശിപ്പിക്കാനുള്ള കഴിവുണ്ട്. അവൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസിയായിട്ട് തന്നെ ഇതിൽ ജയിക്കാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ളവരും അവളെ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ടെങ്കൻ, എനിക്കറിയത്തില്ല, കാരണം കെഞ്ചാക്കുവിന്റെ ആ പേരിലുള്ളത് കൊണ്ട് എനിക്ക് അവളെ കാണാൻ സാധിക്കില്ല. സോ നിങ്ങൾ തന്നെ അവളെ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞതും കാണിച്ചാണ് ഈ ചാപ്റ്റർ ഇവിടെ എൻഡ് ആകുന്നത്.